നമുക്കേ ഇന്ന് കുറച്ച് കക്കാർച്ചി തോരൻ ഉണ്ടാക്കാവേ. ആദ്യം നന്നായിട്ട് കക്കാർച്ചിയൊക്കെ എടുത്ത് പലതവണ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷമേ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ കക്കാർച്ചിയൊക്കെ ഇട്ട് കൊടുക്കാം. കക്കാർച്ചി നന്നായിട്ട് കഴുകണം കേട്ടോ. കക്കാർച്ചിയുടെ അടിയിൽ തരിതരിയായിട്ട് മണ്ണുണ്ടാവുമേ. അപ്പോൾ നന്നായിട്ട് പലതവണ കഴുകി വെച്ച കക്കാർച്ചി നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ കക്കാർച്ചിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കക്കാർച്ചിലേക്ക് നന്നായിട്ട് തിരുമ്മി ചേർത്തതിന് ശേഷം കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവേ. കക്കാർച്ചിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും, എങ്കിലും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് 5-10 മിനിറ്റ് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാവേ. നമുക്കിതിൽ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഗ്യാസ് കത്തിച്ച് നമ്മുടെ കക്കാർച്ചി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 5-10 മിനിറ്റ് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാവേ. നമുക്ക് കക്കാർച്ചിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, കുറച്ച് സബോള, ചെറിയ ഉള്ളി ചതച്ചത്, കുറച്ച് പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള നമ്മുടെ തോരന് ആവശ്യമുള്ള നമ്മുടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനമാണ് നമ്മുടെ തോരനിലേക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച കക്കാർച്ചി എല്ലാം പകുതി വേവായിട്ടുണ്ട്. പാത്രത്തിലോട്ട് മാറ്റുവാണേ. അതേ ചട്ടി തന്നെ നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിട്ട് പിടിക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കടുകിടാവേ. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. സബോള, കറിവേപ്പില ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഒരുവിധം വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വേണ്ട, ഒരു പകുതി വേവൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളി നോക്കിയിട്ട് കൊടുക്കാവേ. ഒരുവിധം വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കണം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഇത്തിരി വേണ്ടവർക്ക് മഞ്ഞൾപ്പൊടി ഇടാം, കുരുമുളക് വേണ്ടവർക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിതൊന്നും ഇടുന്നില്ല. ഓൾറെഡി കക്കാർച്ചിക്കകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കഴിച്ചുകൊണ്ട് ആ കക്കാർച്ചിയും കൂടെ കളത്തി ആ തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടാകും കൂടി ഇട്ട് കക്കാർച്ചി നമുക്ക് എടുക്കാൻ റെഡിയാക്കി. ഇത് നന്നായിട്ട് വാടി വരട്ടെ. പിന്നെ സബോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചാൽ നമ്മുടെ കക്കാർച്ചി നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇത് ഒന്നുകൂടെ വെള്ളമൊക്കെ ഒന്ന് കുറച്ചുകൂടെ കട്ടിയതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ മഞ്ഞൾപ്പൊടിയും ഈ തേങ്ങ ചെറിയ കൂടെ നന്നായിട്ട് തിരുമ്മി യോജിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. കക്കാർച്ചിയുടെ വെള്ളം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരുമ്മി കൂട്ടി വെച്ചിരിക്കുന്ന ആ തേങ്ങ കക്കാർച്ചിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് നമുക്ക് കക്കാർച്ചിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കക്കാർച്ചി തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കക്കാർച്ചി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.